ടോപ്പ് ഹെഡ്ലൈൻസ്. പഹൽഗാമിൽ ആക്രമണത്തിൽ പങ്കെടുത്ത 4 ഭീകരരുടെ ചിത്രങ്ങൾ പുറത്ത്. 2 പേർ കശ്മീർ സ്വദേശികൾ. ആക്രമണത്തിൽ 2 ഭീകരർ പാകിസ്ഥാൻകാർ. ആക്രമണം നടത്തിയ 3 ഭീകരരുടെ ചിത്രം പുറത്തുവിട്ട് സൈന്യം. സൂത്രധാരൻ ലഷ്കർ-ഇ-ത്വയ്ബ കമാൻഡർ സൈഫുള്ള കസൂരി എന്ന് സൂചന. ആക്രമണം നിയന്ത്രിച്ചത് പാകിസ്ഥാനിൽ നിന്നെന്ന് നിഗമനം. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 29ആയി. പരിക്കേറ്റവരിൽ ഗുരുതര നിലയിലുള്ളവരും. ആക്രമണത്തിൽ മരിച്ച ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം വൈകിട്ട് കൊച്ചിയിലെത്തിക്കും. മരിച്ചവർക്ക് ശ്രീനഗറിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പഹൽഗാമിലെ സംഭവ സ്ഥലം സന്ദർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള പ്രത്യേക മന്ത്രിസഭാ യോഗം വൈകിട്ട് 6-ന്. ഭീകരാക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. ഇന്ത്യക്കൊപ്പമെന്ന് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും അടക്കമുള്ളവർ. ബാരാമുള്ളയിലെ ഉറിയിലെ ഏറ്റുമുട്ടലിൽ നുഴഞ്ഞുകയറ്റക്കാരായ 4 ഭീകരരെ വധിച്ചതായി സൈന്യം. വധിച്ചത് നുഴഞ്ഞുകയറാനുള്ള ശ്രമത്തിനിടെ. പ്രദേശത്ത് നിന്ന് വൻ ശേഖരം പിടികൂടിയതായി സൈന്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാനൊരുങ്ങി ലോകം. ഭൗതികദേഹവുമായുള്ള വിലോപയാത്ര സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ. സംസ്കാരം ശനിയാഴ്ച സെന്റ് മേരി മേജർ ബസിലിക്കയിൽ. ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറി. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. നിയമനം നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിൽ. ജയതിലക് സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പിടിയിലായത് അസം സ്വദേശി അമിത് ഉറാം. അമിത്തിനെ പിടികൂടിയത് തൃശൂർ മാള മേലടൂരിൽ നിന്ന്. അമിത് മരിച്ച വിജയകുമാറിന്റെ വീട്ടിലെ മുൻ ജോലിക്കാരൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസ്. മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം പിന്നീട്. നിലവിൽ സഹകരിച്ചുള്ള പ്രവർത്തനം മാത്രം. തീരുമാനം നേതാക്കൾ PV അൻവറുമായി നടത്തിയ ചർച്ചയിൽ സംതൃപ്തനെന്ന് അൻവർ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ എക്സൈസ് നിർദ്ദേശം. നടപടി പിടിയിലായ തസ്ലീമയും നടന്മാരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ ലഭിച്ചതോടെ.